നബി 2 വിവാഹമേ ചെയ്തിട്ടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒന്ന് ഖദീജ ബീവി, പിന്നെ ഒന്ന് മാരിയ ബീവി. മാരിയ ബീവി ഈജിപ്ഷ്യൻ കോപ്റ്റിക് ക്രിസ്ത്യനായിരുന്നു. അവർ ക്രിസ്ത്യനായിട്ട് തന്നെയാണ് ജീവിച്ചതും മരിച്ചതൊക്കെ കേട്ടോ. ഈ 2 വിവാഹത്തിലാണ് നബിക്ക് മക്കളുള്ളത്. ഖദീജ ബീവിയിൽ 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും, അബ്ദുള്ള, ഖാസിം, ഫാത്തിമ. മാരിയയിൽ ഇബ്രാഹിം. പിന്നെ നബിയുടെ മക്കളായിട്ട് അറിയപ്പെടുന്ന സൈനബ്, ഉമ്മു കുൽസൂം, റുഖിയ എന്നിവരൊക്കെ ഖദീജ ബീവിയുടെ മക്കളാണ്. നബിയുടെ മക്കളായിട്ട് തന്നെയാണ് നബി അവരെ കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവർ നബിയുടെ മക്കളാണെന്ന് അറിയപ്പെടുന്നു. അത്രേ ഉള്ളൂ. ഈ 2 ഭാര്യമാരെ ഉണ്ടായിട്ടുള്ളൂ. അതിനിടയിൽ നബി വിവാഹം ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ, ഈ കഥകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതിലൊന്നും നബിക്ക് മക്കളുണ്ടായിട്ടില്ല. അതിൽ തന്നെ വ്യക്തമാണല്ലോ അവരൊന്നും ഭാര്യമാരായിരുന്നില്ല എന്നുള്ളത്. നബിയുടെ കൂടെ കൂടിയ നബിയുടെ പ്രിയപ്പെട്ട ശിഷ്യകളായിരുന്നവരൊക്കെ നബി പറയുന്നതൊക്കെ എഴുതിയെടുക്കാനും ജിജ്ഞാസുക്കളായി നബിയിൽ നിന്ന് അറിവുകൾ നേടാനും വേണ്ടി പ്രവാചകനോടൊപ്പം ജീവിച്ച ഒരു ഗുരുവായി കണ്ട് പ്രവാചകന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ആളുകളായിരുന്നവരൊക്കെ. നബിക്ക് പുരുഷന്മാരായിട്ട് ധാരാളം ആളുകൾ ശിഷ്യന്മാരുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ പുരുഷന്മാർ മാത്രമാണ് നബിക്ക് ശിഷ്യന്മാരായിട്ടുള്ളത്. സ്ത്രീകളും ഇല്ലേ? പ്രവാചകന്റെ കൂടെ ശിഷ്യന്മാരായിട്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണാമല്ലോ. ഉമ്മു സലമ ബീവിയെ കുറിച്ചൊക്കെ ഹദീസിൽ പ്രവാചകൻ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉമ്മു സലമ ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയില്ലാത്തവളാണ്. അതുപോലെ സ്ത്രീകൾ, മദീന സ്ത്രീകളെ കുറിച്ച് നബി പറഞ്ഞിട്ടുണ്ട്, അവര് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്, അറിയാൻ ആഗ്രഹമുള്ളവരാണ്, പ്രവാചകന്റെ മുന്നിൽ വന്നിരിക്കുമായിരുന്നു. ഇതൊക്കെ പ്രവാചകന്റെ ശിഷ്യന്മാരല്ലേ? എല്ലാ പ്രവാചകന്മാർക്കും ശിഷ്യകൾ ഉണ്ടായിരുന്നു. ശിഷ്യന്മാരുള്ളതുപോലെ തന്നെ ഗുരുക്കന്മാർ അങ്ങനെയാണല്ലോ. ഇപ്പൊ സ്റ്റേജിൽ കയറുന്ന പെൺകുട്ടിയെ പോലും ഇറക്കി വിടുന്ന ഒരു കാലം, അത് പ്രവാചകന്റെ മാതൃകയല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പൊ ഈ നബിയുടെ ശിഷ്യന്മാരെയൊക്കെ, ശിഷ്യകളെയൊക്കെ ഭാര്യമാരാക്കുക എന്നുള്ളത് പിൽക്കാലത്തുള്ള രാജാക്കന്മാരുടെയും പൗരോഹിത്യത്തിന്റെയും ഒക്കെ ആവശ്യമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഈ പറയപ്പെട്ടവരൊക്കെയും പ്രവാചക ശിഷ്യകളായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ കൃത്യമായ തെളിവുകളുണ്ട്. ഹദീസിലും, സഹിഹായ ഹദീസിലും അതിന്റെ കൃത്യമായ തെളിവുകളുണ്ട്. എന്നിട്ടും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 ഭാര്യമാരെ ഉണ്ടായിട്ടുള്ളൂ? മറ്റുള്ളവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ത്രീ ശിഷ്യന്മാരായിരുന്നു എന്ന് പറയുന്നത്? ഇത് ഒരു ചെറിയ ചരിത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമല്ല. ഖുർആൻ പറഞ്ഞതിനെതിരെയുള്ള അവകാശവാദമാണ്. ഖുർആനിനെ തന്നെ എതിർക്കുന്ന രൂപത്തിലുള്ള അവകാശവാദമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന സാധാരണക്കാരോട് എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത്. എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കണം എന്നില്ല. ഖുർആനിൽ എന്താണ് പറയുന്നത്, സ്വഹീഹായ ഹദീസുകളിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ അധ്യായത്തില് وَأُولُو الْأَرْحَامِ بَعْضُهُمْ أَوْلَى بِبَعْضٍ فِي كِتَابِ اللَّهِ مِنَ الْمُؤْمِنِينَ وَالْمُهَاجِرِينَ إِلَّا أَن تَفْعَلُوا إِلَى أَوْلِيَائِكُمْ مَعْرُوفًا كَانَ ذَلِكَ فِي الْكِتَابِ مَسْطُورًا. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. അസ്വാജുഹു, അവിടുത്തെ ഭാര്യമാർ. ഇനി പറയൂ, അള്ളാഹു അവിടുത്തെ ഭാര്യമാർ എന്ന് പറഞ്ഞ സ്ത്രീകളെ ഒരാൾക്ക് എങ്ങനെയാണ് അത് ഭാര്യമാരല്ല, അത് ശിഷ്യന്മാരാണ് എന്ന് പറയാൻ കഴിയുക? രണ്ടാമത്തെ തെളിവും സൂറത്തുൽ അഹ്സാബിൽ 28-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഇതൊന്ന് കേട്ടോക്കൂ, എന്നിട്ട് നമുക്ക് അർത്ഥത്തിലേക്കും വിഷയത്തിലേക്കും വരാം. يا أيها النبي قل لأزواجك إن كنتن تردن الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا. നബിയെ, അങ്ങയുടെ ഭാര്യമാരോട് പറയുക, നിങ്ങൾ ഐഹിക ജീവിതവും അതിന്റെ അലങ്കാരവും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ വിഭവം നൽകി മാന്യമായി പിരിച്ചയക്കാം. ഇവിടെ വീണ്ടും ല അസുവാജിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങയുടെ ഭാര്യമാർക്ക് എന്ന്. അവിടെ നിർത്തിയിട്ടില്ല. അടുത്തുള്ള ക്രിയാപദങ്ങളിൽ പോലും സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന രൂപമാണ്. കുൻതുന്ന, ഫതആലൈന, ഉമത്യകുന്ന, ഉസദ്ദിഹ്കുന്ന. ഇതെല്ലാം തന്നെ സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന രൂപങ്ങളാണ്. അതായത് ശിഷ്യന്മാർ എന്ന പുതിയൊരർത്ഥം കുത്തിത്തിരികാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഷാപരമായ അടിസ്ഥാനവും ഇല്ല.
മൂന്നാമത്തെ തെളിവ് സൂറത്തുൽ അഹ്സാബിൽ തന്നെ 30-ാമത്തെ ആയത്തിൽ പറയുന്നത് കേട്ടു നോക്കൂ. يا نساء النبي من يأت منكن بفاحشة مبينة يضاعف لها العذاب ضعفين وكان ذلك على الله يسيرا. ഈ ആയത്തിന്റെ അർത്ഥവിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഇവിടെ നമ്മൾ കേട്ടതല്ലേ, യാ നിസാ അൻ നബി. യാ നിസാ അൻ നബി എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ അഭിസംബോധന ചെയ്ത് വിളിച്ചിട്ടുള്ളത്. അതായത് നബിയുടെ ഭാര്യമാരേ എന്ന്. യാ നിസാ നബി എന്ന് പറഞ്ഞാൽ നബിയുടെ ഭാര്യമാരേ എന്നാണ് വിളിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവന്റെ കലാമായ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരേ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇതിലും വലിയ തെളിവ് ഇനി എന്ത് വേണം? സൂറത്തുൽ അഹ്സാബിൽ തന്നെ 50-ാമത്തെ ആയത്തിൽ ഒരു ശക്തമായ തെളിവാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കേട്ടു നോക്കൂ. يا أيها النبي إنا أحللنا لك أزواجك اللاتي آتيت أجورهن وما ملكت يمينك مما أفاء الله عليك وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك اللاتي هاجرن معك وامرأة مؤمنة إن وهبت نفسها للنبي إن أراد النبي أن يستنكحها خالصة لك من دون المؤمنين قد علمنا ما فرضنا عليهم في أزواجهم وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما. അതിന്റെ പ്രധാന ഭാഗത്തിൽ പറയുന്നത്, നബിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയെ, നാം അങ്ങേക്ക് അങ്ങയുടെ ഭാര്യമാരെ അനുവദിച്ചിരിക്കുന്നു, അവർക്കുള്ള വിവാഹമൂല്യം അങ്ങ് നൽകിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, അസുവാജക്ക എന്നാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങയുടെ ഭാര്യമാരെ എന്ന് അഭിസംബോധന ചെയ്തിട്ട് അവരുടെ വിവാഹമൂല്യത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതിന്റെ വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇവർ വെറും ശിഷ്യന്മാരാണെങ്കിൽ അവരുടെ വിവാഹമൂല്യത്തെക്കുറിച്ച് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്? ഖുർആനിൽ തന്നെ ഇത്രയും തെളിവുകൾ ഉണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഹദീസിന്റെ തെളിവുകൾ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഹദീസിന്റെ തെളിവുകൾ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ കൊണ്ടുവരാം. ഏതായാലും ഖുർആനിലും തെളിവ് കൃത്യമായി പറയുന്നുണ്ട്. ഈ ബോധ്യം സാധാ ജനങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. കാരണം ഇവരോടിപ്പം പറഞ്ഞാൽ അത് മനസ്സിലാകോ, അവരെ അംഗീകരിക്കുമോ എന്നുള്ളതൊന്നും ഉറപ്പുള്ള കാര്യമല്ല. ഞാൻ പിടിച്ച മൊയിലിൽ 3 കൊമ്പ് എന്നെല്ലാം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്നതൊന്നും ഉൾക്കൊള്ളുകയും ചെയ്യില്ല, അംഗീകരിക്കുകയും ചെയ്യില്ല. പക്ഷെ ഇത് കേൾക്കുന്ന സാധാ ജനങ്ങൾ ഇത് കേട്ടുകൊണ്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല, സത്യാവസ്ഥ മനസ്സിലാക്കാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇത് കൃത്യമായിട്ടുള്ള ഖുർആനിക തെളിവാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി നല്ല രൂപത്തിൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 2 ഭാര്യമാര് മാത്രമാണ് ഉള്ളത് എന്ന് പറയുന്ന ഈ വ്യക്തി എങ്ങനെ ഈ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാന തെളിവുകളൊക്കെ മറികടന്നുകൊണ്ട് ഇതുപോലുള്ള വാക്കുവാദങ്ങൾ പറയുന്നത്? ഖുർആനിലെ ആയത്ത് കാണിച്ച് നിങ്ങൾ മറുപടി പറയൂ. നിങ്ങൾ തെളിവ് നിരത്തിക്കൊണ്ടിട്ട് 2 ഭാര്യമാരേ ഉള്ളൂ എന്ന് പറയാം, നമ്മൾ സ്വീകരിക്കാം. കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ 2 ഭാര്യമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളൂ, മറ്റുള്ള ഭാര്യമാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ത്രീ ശിഷ്യഗണങ്ങളാണെന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാനും അംഗീകരിക്കും. എന്നാൽ നിങ്ങൾക്കത് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു തെളിവ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം.